അവസാനത്തത് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ഉണ്ടാക്കിയ ദോശക്കല്ലിലോ എല്ലാം കൂടെ പറക്കി വെച്ചിട്ട് ഇത് നമുക്ക് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ യാത്ര പോകുമ്പോഴത്തേക്ക്. ഇതെല്ലാം കൂടെ പറക്കി വെച്ചിട്ട് നമ്മളൊരു സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ഇതിൻ്റെ പുറത്തുകൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദാമാവ് എടുക്കുകയാണ്. ഈ മാവ് നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് ഒന്ന് അനത്തിയെടുക്കാം. നമുക്ക് പുട്ടിനൊക്കെ മാവ് അനത്തുന്ന കണക്ക് ചെറുതായിട്ട് ഒന്ന് അനത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തപ്പോഴത്തേക്ക് ഒരു 3 മിനിറ്റോളം ചൂടാക്കി എടുക്കാം. നല്ല തീയിൽ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ സമയം എടുത്ത് ചൂടാക്കേണ്ടി വരും. അപ്പോൾ മാവ് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഏത്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2-3 ഈന്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈന്തപ്പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുത്താലും മതി. നമ്മൾ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയായിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കയ്യിലുള്ള കണക്ക് നമുക്ക് ചേർക്കാം. അതിന് ഇത്ര അളവൊന്നൊന്നുമില്ല. ഇതിന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ. പഞ്ചസാര ആവശ്യമുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പഞ്ചസാര ചേർക്കാം. ശർക്കര വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല. നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. അപ്പോൾ അതിൻ്റെ മധുരമുണ്ട്, പിന്നെ ഈന്തപ്പഴത്തിൻ്റെ മധുരമുണ്ട്, പിന്നെ തേങ്ങ എല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും കഴിക്കാം. പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരെണ്ണം തയ്യാറാക്കി കൈ വെച്ചിരുന്നാൽ കുട്ടികൾക്ക് കൊടുക്കാനായാലും ട്രെയിൻ യാത്രയൊക്കെ ആണെങ്കിലും നല്ല സൗകര്യമായിട്ട് നമുക്കിത് കഴിച്ച് വിശപ്പടക്കി ഇരിക്കാം. എപ്പോഴും കൈ കഴുകാനും വാ കഴുകാനും ഒക്കെ പോകണ്ട, ഡോറിൻ്റെ അടുത്തോട്ടൊന്നും പോകണ്ട. ടിഷ്യൂ പേപ്പറിനകത്ത് തുടച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പിന്നെ എപ്പോഴെങ്കിലും ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ വാ കഴുകുകയൊക്കെ ചെയ്താൽ മതി. വെള്ളവും കുടിച്ചുകൊണ്ട് ഇരിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ അനത്തി മാറ്റി വെച്ച മൈദാമാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുക്കാനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചത്. അപ്പോഴത്തേക്ക് ആ സമയം വരെ നമുക്ക് ആ ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കി എടുക്കാനായി. ഇനി ഇതിനകത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഇതിപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലും ഒന്നുമില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ചൊരു ദോശയുടെ പരുവത്തിൽ കലക്കിയെടുക്കണം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കലക്കുന്ന കൂട്ടത്തിൽ ഞാൻ 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ മാവ് എടുക്കുന്നതിനനുസരിച്ച് ഉപ്പെടുക്കാം. കൂടുതൽ ഉപ്പ് വേണ്ട. കാര്യം നമ്മൾ മധുരമാണ് ചേർക്കുന്നത്. പഞ്ചസാരയോ ശർക്കരയോ ചേർത്തില്ലെങ്കിലും അതിൽ മധുരമാണ്. പിന്നെ പഞ്ചസാരയോ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ച് ഉപ്പ് മതി. ചെയ്ത് ഞാൻ നല്ലതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാവ് ഈ പരുവത്തിലാണ് കലക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇത് നമ്മളിനി കോരി ഒഴിച്ച് ഒന്ന് പരത്തി എടുക്കണം, ദോശ പോലെ ചുട്ടെടുക്കണം. ഈ സമയം തീ ലോ ഫ്ലെയിമിലായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് മാവ് കയറി ഒരിയില്ല, നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ പാടായിരിക്കും. ഇങ്ങനെ നല്ലപോലെ പരന്നാലേ നമുക്കത് മടക്കിയെടുക്കാൻ, നമ്മൾ വിചാരിക്കുന്ന കണക്ക് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ വറുത്തെടുത്ത മാവ് ആയതുകൊണ്ട് തിരിച്ചിടാൻ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ആ ഇത് ഫില്ലിങ് കോരി വെച്ച് തയ്യാറാക്കി എടുക്കാം. നമ്മൾ കഴിക്കുമ്പോൾ ആ അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടെ കയറി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് കയ്യിലുള്ള സാധനം വെച്ച് തയ്യാറാക്കി എടുക്കാം.
രണ്ട് സൈഡും മടക്കുമ്പോഴത്തേക്ക് ചൂട് കാരണം നമുക്ക് മടക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഒരു സൈഡ് മടക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ അമർത്തി വയ്ക്കുമ്പോഴത്തേക്ക് അതവിടെ ഒട്ടിയിരിക്കും. പിന്നെ നമുക്ക് അടുത്ത സൈഡും അതുപോലെ മടക്കി കുറച്ച് നേരം അമർത്തി വയ്ക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒട്ടിയിരിക്കും. പിന്നെ ഇതുപോലെ മടക്കിയെടുക്കാം. ഇവിടെ ഒരാൾക്ക് നെയ്യ് പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ആ ടേസ്റ്റ് ഒന്നുകൂടെ കൂടാൻ ഇത് സഹായിക്കും. അങ്ങനെ ചെയ്തില്ലേലും ഒന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ ബട്ടർ ഇട്ടാലും മതി, ചീസ് ഇട്ടാലും മതി. എന്നിട്ട് ഒന്ന് മറിച്ചും തിരിച്ചും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഗോതമ്പ് പൊടിയിൽ ഇത് തയ്യാറാക്കി എടുക്കാം. പിന്നെ വൈകിട്ടത്തെ ചായ കടിക്കും ഇതെടുക്കാം, ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയൊരു ഐറ്റമാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആ മൈദാമാവ് നല്ലപോലെ ഒന്ന് അനത്തിയെടുക്കണം. പുട്ടിൻ മാവനത്ത് നമുക്ക് നല്ലപോലെ അനത്തിയെടുക്കണം. നല്ലൊരു മണം വരും. അപ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്ത് ആ മാവൊന്ന് തണുപ്പിച്ചെടുക്കാം. എടുത്ത് ഇതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.